നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് വിളംബരം അറിയിച്ചുകൊണ്ട് ആയിരങ്ങളെ സാക്ഷി നിർത്തി നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ച തിരുവമ്പാടി വെടിക്കെട്ട് കരാറുകാരൻ സതീശൻ മുണ്ടത്തിക്കോടിന് നാടിന്റെ അന്ത്യാഞ്ജലി. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ KSEBയുടെ ട്രാൻസ്ഫോമർ കത്തിനശിച്ചു. എടത്തുരുത്തി വെസ്റ്റ് കുമ്പളത്തുപറമ്പിൽ ശ്രീ ബാലമുരുക സ്വാമി ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് വിളംബരം അറിയിച്ചുകൊണ്ട് ആയിരങ്ങളെ സാക്ഷി നിർത്തി നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു. ആരവങ്ങളുടെയും മാർപ്പുവിളികളുടെയും ധന്യമുഹൂർത്തത്തിൽ വൻ ജനാവലിയെ സാക്ഷി നിർത്തി ഗജവീരൻ എറണാകുളം ശിവകുമാറാണ് തെക്കേ ഗോപുര നട തുറന്നത്. ഭക്തിയും പൂരാവേശവും നിറച്ചുകൊണ്ടായിരുന്നു 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരത്തിന്റെ വിളംബരമറിയിച്ച് നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നത്. പൂര ദിവസം ആദ്യം ക്ഷേത്രത്തിലെത്തുന്ന കണിമംഗലം ശാസ്താവിനും മറ്റു ദേവീദേവന്മാർക്കും വേണ്ടിയാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ പൂരത്തലേന്നുള്ള തെക്കേ ഗോപുര നട തുറക്കൽ ചടങ്ങ്. തുടർന്ന് മണികണ്ഠനാലിൽ കിഴക്കോട്ട് അനിയന്മാരാറുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. തുടർന്ന് നെയ്തലക്കാവിലമ്മ വീണ്ടും വടക്കുംനാഥന്റെ സ്ത്രീമൂലസ്ഥാനത്തെത്തി അവിടെയും 1 മണിക്കൂറോളം മേളം അരങ്ങേറി. നിലപാട് തറയിൽ നെയ്തലക്കാവിലമ്മ കയറി നിന്നതോടെ മാരാർ 3 തവണ ശംഖ് മുഴക്കി. ഇതോടെ തൃശൂർ പൂരത്തിന് വിളംബരമായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ച തിരുവമ്പാടി വെടിക്കെട്ട് കരാറുകാരൻ സതീശൻ മുണ്ടത്തിക്കോടിന് നാടിന്റെ അന്ത്യാഞ്ജലി. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ റവന്യൂ മന്ത്രി K. രാജൻ, MLA സേവ്യർ ചിറ്റിലപ്പള്ളി, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തുടങ്ങി നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സതീശൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ KSEBയുടെ ട്രാൻസ്ഫോമർ കത്തിനശിച്ചു. ചാമക്കാല ജുമാ മസ്ജിദിന് സമീപത്തെ ട്രാൻസ്ഫോമറാണ് കത്തിനശിച്ചത്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. വീടുകളിലെ വൈദ്യുതി ഉപയോഗം കൂടിയപ്പോൾ ചൂടായാണ് ട്രാൻസ്ഫോമർ കത്തിയതെന്ന് അധികൃതർ പറഞ്ഞു. സംഭവം അറിഞ്ഞ് അധികൃതർ സ്ഥലത്തെത്തി ലൈൻ ഓഫ് ചെയ്തെങ്കിലും ട്രാൻസ്ഫോമറും അനുബന്ധ വയറിങ്ങുകളും പൂർണ്ണമായും കത്തിയിരുന്നു. ട്രാൻസ്ഫോമർ മാറ്റിവെക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടെ വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നും അധികൃതർ അറിയിച്ചു. എടത്തുരുത്തി വെസ്റ്റ് കുമ്പളത്തുപറമ്പിൽ ശ്രീ ബാലമുരുക സ്വാമി ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് കലശാഭിഷേകം, എഴുന്നള്ളിപ്പ്, പൊങ്കാല, വീരനാട്യം, താലം വരവ്, ചിന്തുപാട്ട്, ദേവിക്ക് കളമെഴുന്നള്ളിപ്പ് തുടങ്ങിയവ നടന്നു. ക്ഷേത്രം തന്ത്രി ഹരിലാൽ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ KK ബൈജു, KA പ്രകാശൻ, KA ശോഭനൻ എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനം നടന്ന സ്ഥലത്ത് നടന്ന തിരച്ചിലിൽ കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി.
1.5 കിലോമീറ്റർ ചുറ്റളവിൽ നടത്തിയ പരിശോധനയിലാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇതുവരെ 60-ലധികം ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. സംഭവത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി തലപ്പള്ളി തഹസിൽദാറുടെ നേതൃത്വത്തിൽ 8 പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് സ്ഥലത്ത് പരിശോധന തുടരുകയാണെന്ന് കളക്ടർ അറിയിച്ചു. നിലവിൽ 31 വീടുകളിലെ പരിശോധന പൂർത്തിയായി. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തരമായി 10,000 രൂപ വിതരണം ചെയ്തു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കളക്ടർ അറിയിച്ചു. കനത്ത വേനൽ ചൂടിൽ വെന്തുരുകി ജില്ല. കുന്നംകുളത്ത് കാർ യാത്രികന് സൂര്യാഘാതമേറ്റു. കടപ്പുറം അഴിമുഖം സ്വദേശി ഓളാട്ടുവീട്ടിൽ മധുവിനാണ് വടക്കാഞ്ചേരി റോഡിൽ വെച്ച് കാറിൽ സഞ്ചരിക്കുന്നതിനിടെ സൂര്യാഘാതമേറ്റത്. രാവിലെയായതിനാൽ കാറിന്റെ AC ഇട്ടിരുന്നില്ല. ഗ്ലാസുകൾ തുറന്നിടുകയും ചെയ്തിരുന്നു. ആദ്യം ചെറിയ നീറ്റൽ അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും കാര്യമാക്കിയില്ല. വീട്ടിലെത്തി ഷർട്ട് ഊരി പരിശോധിച്ചപ്പോഴാണ് നെഞ്ചിന് താഴെയായി ചുവന്ന കുമിളകൾ രൂപപ്പെട്ടത്. ഉടൻ തന്നെ അഞ്ചങ്ങാടി ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. മധുവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തൃശൂർ മുണ്ടുപാലത്ത് KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. സ്കൂട്ടർ യാത്രികനായ ചേലക്കാട്ടുകര സ്വദേശി എലുവത്തിങ്കൽ കുറ്റിക്കാടൻ വീട്ടിൽ 72 വയസ്സുള്ള വർഗീസാണ് മരിച്ചത്. റോഡിലേക്ക് തെറിച്ചു വീണ വർഗീസിന്റെ തലയിലൂടെ ബസിന്റെ ചക്രം കയറിയിറങ്ങുകയായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വരന്തരപ്പള്ളി നന്ദിപുലത്ത് പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിൽ നിന്ന് 98 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ മുൻ പാർട്ട് ടൈം മാനേജർ അറസ്റ്റിൽ. മുപ്ലിയം പുലിയാനക്കുന്ന് സ്വദേശി പനയൂരിപ്പറമ്പിൽ ആഷിഖിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2022 ഒക്ടോബർ മുതൽ 8 മാസത്തിനിടെയാണ് ഇയാൾ പണം തട്ടിയത്. ചുള്ളിപ്പറമ്പിൽ ഫ്യൂവൽസ് ആൻഡ് ലൂബ്രിക്കേഷൻസ് ഉടമ രജീവന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പമ്പിലെ വിറ്റുവരവ് കണക്കിൽ കൃത്രിമം കാട്ടിയാണ് ഇയാൾ പണം തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. സംഭവശേഷം വിദേശത്തേക്ക് പോയ പ്രതി കഴിഞ്ഞ ജനുവരിയിലാണ് തിരിച്ചെത്തിയത്. ഇതിനിടെ ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും അത് തള്ളിയതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. പ്രതിയെ പെട്രോൾ പമ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മണലി ശ്രീരാമപുരം ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ വിളക്കുകളും പൂജാപാത്രങ്ങളും അടക്കമുള്ള സാധനങ്ങൾ മോഷ്ടാക്കൾ കവർന്നു. വെള്ളിയാഴ്ച പുലർച്ചെ നട തുറക്കാൻ ശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 5 വലിയ വിളക്കുകൾ, 5 ഉരുളികൾ, പൂജാ സെറ്റ്, വിവിധതരം പൂജാപാത്രങ്ങൾ എന്നിവയാണ് നഷ്ടപ്പെട്ടത്. ക്ഷേത്രം ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ മോഷ്ടാവ് ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് അകത്ത് കടന്നതെന്ന് കണ്ടെത്തി. സംഭവത്തിൽ ദേവസ്വം ഓഫീസർ അനിൽകുമാർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചാലക്കുടിയിൽ തെരുനായകൾക്ക് ഭക്ഷണം കൊടുത്തയാളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി വാഹന വകുപ്പ്. ചാലക്കുടി സ്വദേശി ചൗരക്കാരൻ ജെയ്സന്റെ മിനി ടെമ്പോയുടെ ലൈസൻസാണ് ചാലക്കുടി MVA 3 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ 10-നായിരുന്നു സംഭവം. ജെയ്സൺ തന്റെ വാഹനത്തിൽ കോഴി അവശിഷ്ടം കൊണ്ടുവന്ന് നോർത്ത് ചാലക്കുടിയിലെ കർസിന്റെ ഭാഗത്ത് തെരുവ് നായകൾക്കായി ഭക്ഷണം വലിച്ചെറിഞ്ഞു. നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഇത് തടഞ്ഞതോടെ സംഭവം വിവാദമായി. ജെയ്സനും കൂടെയുണ്ടായിരുന്നവരും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് നഗരസഭാ സെക്രട്ടറി മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷാ നടപടി ഉണ്ടായത്. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകരുതെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. ജെയ്സനും കുടുംബവും ജോയിന്റ് RTO ഓഫീസിലെത്തി കുറ്റം സമ്മതിച്ച് മാപ്പപേക്ഷിക്കുകയായിരുന്നു. ചാലക്കുടിയിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന യുവതിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ചേനത്തുനാട് സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിക്ക് സമീപത്ത് മഞ്ഞപ്രകാരൻ തോമസിന്റെ മകൾ മേഘ, ചേനത്തുനാട് കുണ്ടൂർ വീട്ടിൽ രാജേന്ദ്രൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സ്കൂട്ടറിൽ പോയിരുന്ന മേഘയെ തടഞ്ഞു നിർത്തിയാണ് ആക്രമി വടികൊണ്ട് തലക്കടിച്ചത്. രക്ഷിക്കാനോടിയെത്തിയപ്പോഴാണ് രാജേന്ദ്രനെയും ആക്രമിച്ചത്. പോലീസ് സ്ഥലത്തെത്തി ആക്രമിയെ പിടികൂടി. ഇയാൾ മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ എറിയാട് ബൈക്ക് ഇടിച്ച് പരിക്കേറ്റ് 6 മാസമായി ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. എറിയാട് ചേരമാൻ പടിഞ്ഞാറുവശം തെക്കിനേടത്ത് 75 വയസ്സുള്ള മുഹമ്മദാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇയാൾ പിന്നീട് വീട്ടിൽ കഴിയുകയായിരുന്നു. പാവറട്ടി തിരുനാളിന്റെ വെടിക്കെട്ട് ഉപേക്ഷിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പാവറട്ടി തിരുനാൾ വെടിക്കെട്ടുകൾ ഒഴിവാക്കി. വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിലെയും മെയ് 3 8-ഇട തിരുനാളിലെയും വെടിക്കെട്ടുകളാണ് ഒഴിവാക്കിയത്.
അയ്യന്തോൾ പാഞ്ചിക്കലിൽ പാൽവണ്ടിയിൽ നിന്ന് 3 കിലോ ഹാഷിഷ് ഓയിലും 1/4 കിലോ കഞ്ചാവും തൃശൂർ റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം സ്വദേശി ഹബീബിനെ അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്ത ഹാഷിഷ് ഓയിലിനു വിപണിയിൽ 2.5 കോടി രൂപ വില വരുമെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. ഒഡീഷയിൽ നിന്നാണ് ഹാഷിഷ് ഓയിൽ എത്തിച്ചതെന്ന് പ്രതി എക്സൈസ് സംഘത്തിന് മൊഴി നൽകി. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസ്, പ്രിവന്റിംഗ് ഓഫീസർ TJ രഞ്ജിത്ത്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കൃഷ്ണപ്രസാദ്, സുധീർ, ഗിരീഷ് തുടങ്ങിയവർ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കടപ്പുറം മുനക്കൽ കടവിൽ പൊതുടാപ്പിൽ വെള്ളം ശേഖരിക്കാൻ പോയ സ്ത്രീക്ക് പാമ്പുകടിയേറ്റു. മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം പോളാട്ടു ശിവരാജിന്റെ ഭാര്യ ബിന്ദുവിനാണ് കടിയേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി വീടിനു മുൻവശത്തുള്ള പൊതുടാപ്പിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കാൻ പോയതായിരുന്നു ബിന്ദു. ഇതിനിടയിലാണ് ബിന്ദുവിനെ പാമ്പ് കടിച്ചത്. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലാണ് ബിന്ദു. ആളൂർ വല്ലക്കുന്നിലെ ചെമ്മീൻ ചാലിനരികെ കുളത്തിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തിരുവനന്തപുരം ചെങ്ങാനൂർ പെരിങ്ങമല സ്വദേശി 19 വയസ്സുള്ള അച്ചുവാണ് മരിച്ചത്. നിക്മറിലെ പ്രോസ്തോറ്റിക് ആൻഡ് ഓർത്തോറ്റിക് ആദ്യവർഷ വിദ്യാർത്ഥിയാണ്. സുഹൃത്തുക്കൾക്കൊപ്പം വാടക വീടെടുത്താണ് താമസിച്ചിരുന്നത്. അവധിയായതിനാൽ വെള്ളിയാഴ്ച രാത്രി 7:30 കുട്ടികൾ കുളിക്കാൻ പോയതായിരുന്നു. ഇതിനിടയിലാണ് അച്ചു കുളത്തിൽ വീണത്. ചെമ്മീൻചാലിലെ വലയിൽ കാൽ കുടുങ്ങിയതാണ് അപകടത്തിന് കാരണം. മറ്റുള്ളവർക്ക് നീന്തൽ അറിയാത്തതിനാൽ രക്ഷപ്പെടുത്താനായില്ല. അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. മാള വലിയ പറമ്പിൽ യുവാവിനെയും പെൺസുഹൃത്തിനെയും വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻചിറ സ്വദേശി മടത്തിൽ മാരാത്ത് വീട്ടിൽ ശ്രീജിത്ത്, വെണ്ണൂർ സ്വദേശിനി കുന്നത്തുപറമ്പിൽ വീട്ടിൽ മിൽന എന്നിവരാണ് മരിച്ചത്. പോലീസ് നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ കിടപ്പുമുറിയിൽ ഒരു കയറിന്റെ ഇരുഭാഗത്തായും ഇരുവരും തൂങ്ങിയ നിലയിൽ കണ്ടത്. മിൽനയെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുതൽ കാണാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ നൽകിയ പരാതിയിൽ മാള പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടത്. മിൽനയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വീടിന്റെ പിന്നിൽ നിന്ന് സ്കൂട്ടർ കണ്ടെത്തിയപ്പോഴാണ് വീടിനകത്ത് തിരഞ്ഞത്. ശ്രീജിത്ത് ഡ്രൈവറാണ്. ശ്രീജിത്തിന്റെ പരസ്ത്രീ ബന്ധത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ചൊവ്വാഴ്ച വലിയ പറമ്പിലെ വീട്ടിൽ വെച്ച് ചവിട്ടിയും മർദ്ദിച്ചും പരിക്കേൽപ്പിച്ചതുമായുള്ള ഭാര്യ അഞ്ജുവിന്റെ പരാതിയിൽ മാള പോലീസ് വ്യാഴാഴ്ച കേസെടുത്തിട്ടുണ്ട്. അഞ്ജു ഇപ്പോൾ ചികിത്സയിലാണ്. കൊടുങ്ങല്ലൂർ എറിയാട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നയാളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാറപ്പുറം ചക്കുന്നപ്പീടികയിൽ 49 വയസ്സുള്ള സൈഫി ഹുസൈനാണ് മരിച്ചത്. രാവിലെ വീട്ടിലെത്തിയ ബന്ധുവാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടകര ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി വീടിന്റെ ഗേറ്റും മതിലും തകർത്തു. കൊടകര മേൽപ്പാലത്തിനു സമീപം പുലർച്ചെയാണ് അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറി കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് സർവീസ് റോഡിനപ്പുറത്ത് ആൾതാമസമില്ലാത്ത വീടിന് നേർക്ക് പാഞ്ഞുകയറുകയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ചെരുപ്പ് കയറ്റി പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളത്ത് നിന്ന് മലപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ. ആർക്കും പരിക്കില്ല. വല്ലച്ചിറയിൽ മുത്തശ്ശിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി സ്വർണം കവർന്ന കേസിൽ കൊച്ചുമകന് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചു. കടലശ്ശേരി ഊമൻവിള്ളി വീട്ടിൽ ഗോകുലിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി K. കമനീസ് ശിക്ഷിച്ചത്. 2022 ഫെബ്രുവരി 25-നായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. കടലശ്ശേരി ഊമൻവിള്ളി വീട്ടിൽ 78 വയസ്സുള്ള കൗസല്യയാണ് കൊല്ലപ്പെട്ടത്. തനിച്ച് താമസിച്ചിരുന്ന മുത്തശ്ശിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിയായ ഗോകുൽ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും തലയിണ മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയുമായിരുന്നു. രാവിലെ 9-നും വൈകിട്ട് 6-നും ഇടയിലുള്ള സമയത്താണ് കൊലപാതകം നടന്നത്. ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ ഇൻസ്പെക്ടർ TV ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. SI ദിലീപ്, ASI സരസപ്പൻ, GASI സിന്ധു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 24 സാക്ഷികളെ വിസ്തരിക്കുകയും 39 രേഖകളും 22 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ശാസ്ത്രീയ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജയകുമാർ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായി. ലൈസൺ ഓഫീസർ GS CPO അജീഷ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് വിളംബരം അറിയിച്ചുകൊണ്ട് ആയിരങ്ങളെ സാക്ഷി നിർത്തി നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ച തിരുവമ്പാടി വെടിക്കെട്ട് കരാറുകാരൻ സതീശൻ മുണ്ടത്തിക്കോടിന് നാടിന്റെ അന്ത്യാഞ്ജലി.
ചന്ദ്രാപിന്നി ചാമക്കാലയിൽ KSEBയുടെ ട്രാൻസ്ഫോമർ കത്തിനശിച്ചു. എടത്തുരുത്തി വെസ്റ്റ് കുമ്പളത്തുപറമ്പിൽ ശ്രീ ബാലമുരുക സ്വാമി ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.